നമസ്കാരം. ഇന്ന് വളരെ എക്സ്ക്യൂസിറ്റായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായ ഒരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ അലോപ്പതി ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങനെ ഇങ്ങനെ ഈ ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് വന്നു എന്നെല്ലാവർക്കും ഒരു സംശയമുണ്ട്. ആ സംശയം പൂർണ്ണമായി ദൂരീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ്, അതിൻ്റെ നിർമ്മിതി പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ പഞ്ചഭൂതങ്ങളാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. മനുഷ്യനും പ്രപഞ്ചവും അല്ലെങ്കിൽ മനുഷ്യനും ഈ പ്രകൃതിയും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ് എന്നെ ഈ ഒരു ചികിത്സയിലേക്ക് ആകർഷിച്ചത്. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ആരോഗ്യവും ഉന്മേഷവും ഉണർവും സന്തോഷവും സൗന്ദര്യവും തരുന്ന ഒരു ചികിത്സാ രീതിയാണ് ഹോളിസ്റ്റിക് തെറാപ്പി. നമ്മൾ അലോപ്പതി എൻ്റെ വീട്ടിൽ തന്നെ അലോപ്പതി ക്ലിനിക്കുണ്ട്. അത് നമുക്ക് അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ അലോപ്പതി ചികിത്സയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതലാണ്. അത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുകളിൽ നിൽക്കുന്ന ചികിത്സ തന്നെയാണ് എന്ന് ഞാൻ 100% എനിക്ക് എപ്പോഴും ആ ചിന്തയുണ്ട്, ബഹുമാനമുണ്ട്. ഞാൻ എന്നും അലോപ്പതിയും ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് അല്ലാതെ പറ്റത്തില്ലല്ലോ. നമുക്ക് ദെയർ ഇസ് നോ എക്സിസ്റ്റൻസ് വിത്തൗട്ട് അലോപ്പതി എന്നുള്ളതാണ് തീർച്ച. പക്ഷേ നമ്മൾക്ക് ഒരു എനർജറ്റിക്, ആക്റ്റീവ്, അലേർട്ട്, ഹാപ്പി, ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് ഓർക്കുമ്പം നമുക്ക് ഈ പറയുന്ന പോലെ അസുഖങ്ങൾ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാം, ഒന്ന് മാറ്റി നിർത്തുക, നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുന്ന ഒരു കോൺസെപ്റ്റ്, അതാണ് പ്രിവെൻറ്റീവ് കോൺസെപ്റ്റ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ എളുപ്പമാണ്, പോസിബിളാണ്. മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദർ ഇസ് എ ക്ലോസ് കോറിലേഷൻ ബിറ്റ്വീൻ മൈൻഡ്, ബോഡി ആസ് വെൽ ആസ് സോൾ. അപ്പോൾ ഈ സോൾ ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കും. എന്ന് വെച്ചാൽ ഇത് ഒരു എന്താ പറയുക, ദൈവവിശ്വാസികളല്ലാത്തവർക്ക് ഈ സോളിനെ കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. പക്ഷേ സോൾ ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഓരോ കോശങ്ങൾക്കകത്ത് അവസാനം ന്യൂക്ലിയസ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. സൈറ്റോപ്ലാസം, അതിൻ്റെ നടുക്ക് ന്യൂക്ലിയസ് ഇരിപ്പുണ്ട് ഇല്ലേ? ഈ ഓരോ കോശങ്ങളുടെ ഘടന എടുത്തു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിനകത്ത് ഇരിക്കുന്ന എന്താണ്, വളരെ കൂടുതൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇല്ലയോ അവസാനം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെയും സ്പ്ലിറ്റപ്പ് ആകുമ്പം എനർജിയല്ലേ വരുന്നത്. അപ്പം ആഫ്റ്റർ ഓൾ ഹ്യൂമൻ ബോഡി ഈസ് എ മാറ്റർ ഓഫ് എനർജി. മനസ്സിലായി? എനർജിയാണ്. ആ എനർജിയാണ് നമ്മൾ ജനിക്കുന്ന സമയത്ത് എ പാർട്ട് ഓഫ് എനർജി ഫ്രം ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഓരോ സെൽസിൽ കൂടെ അത് യുണൈറ്റായി ഒരു സൈഗോട്ടായി അത് വലിയൊരു മനുഷ്യനായി തീരും, ഭ്രൂണം വലിയൊരു മനുഷ്യനായി തീരുകയാണ്. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ ആ ഒരു എനർജി, ഒറ്റ സ്പാർക്ക് ഓഫ് എനർജിയാണ് അകത്ത് കയറുന്നത് അല്ലേ? ജീവൻ എന്ന് പറയുന്നതാണ്. ആ എനർജി തന്നെയാണ് മരിക്കുന്ന സമയത്ത് നമ്മൾ കിടന്നതാ ഇങ്ങനെ ശ്വാസം പോകുമ്പം രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേക്കുന്ന എത്രയോ പേര് രാവിലെ എണീക്കുന്നില്ല, മരിച്ചു പോവല്ലേ. അപ്പോൾ ആ ഒരു ഈ ശ്വാസം പോകുന്ന ആ ഒരു അവസ്ഥയാണ്. ആ ശ്വാസം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചിന്തയിൽ ഞാൻ ഇങ്ങനെ അതിനെ കണക്ട് ചെയ്ത് വെച്ചാൽ അങ്ങനെ ആദ്യം കയറിയ ആ ഒരു ജീവനാണ് ഇറങ്ങിപ്പോകുന്നത് അല്ലേ? അത് സത്യമല്ലേ? അപ്പം നമ്മൾ ഇതിനെ എത്രത്തോളം ബഹുമാനത്തോടുകൂടി നമ്മളുടെ ശരീരത്തെ കാണണമെന്ന് ആലോചിക്കുക, മനസ്സിനെയും. നമ്മളങ്ങനെ വി ആർ ടേണിങ് എ ഡെഫ് ഇയർ ആൻഡ് എ ബ്ലൈൻഡ്. നമുക്ക് ഒന്നിനും ഒരു ചിന്തയില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതല്ല. നമ്മൾ ചിട്ടയായ ജീവിതശൈലിയും ഭക്ഷണക്രമവും ഒക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ ഒത്തിരി യു ക്യാൻ ലീഡ് ആൻ അബ്സല്യൂട്ട്ലി ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എൻ്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടെൻഷനും വെപ്രാളവും ക്ഷീണവും ഒരു എന്നെ കൊണ്ടൊരു ഗുണമില്ലാത്ത പോലെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗുണമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി പോകും, പേഷ്യൻറ്റിനെ നോക്കും, വരും. പിന്നെ നമുക്കൊരു ഒരു പർപ്പസ് ഓഫ് ലൈഫ് വലുതായിട്ടില്ല. രോഗികളെ നോക്കുന്നു, തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. മലശോധന 2-3 ദിവസത്തിലൊരിക്കലാണ്. എപ്പോഴും തൊണ്ടയ്ക്കകത്ത് കഫക്കെട്ട് വന്നുകൊണ്ടിരിക്കും. സത്യം, എനിക്ക് ആ സമയങ്ങളിലൊക്കെ ഞാൻ രാവിലെ ഒരു ഗ്ലാസ് കോഫി കുടിക്കുമായിരുന്നു. ഞാൻ എന്നിലൂടെ, ദൈവമായിരിക്കും എന്നെ അങ്ങനെ മാറ്റിയത്, എന്നിലൂടെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ, ഏത് രീതിയിലാണ് നമ്മളുടെ ശരീരത്തെ നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചവും ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മളെ ശരീരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, വേണ്ടത് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി എടുത്തപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എന്നെ കളിയാക്കരുത്. 74 വയസ്സിൽ ഹാപ്പി, ഹെൽത്തി, ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അത് തന്നെയാണ് ഞാൻ റീബർത്തിൽ എൻ്റെ പേഷ്യൻസിന് വേണ്ടി
കൊടുക്കുന്ന ചികിത്സാ പ്രക്രിയയും അതൊരു സ്റ്റഡി ക്ലാസ്സാണ്. വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം അതായത് നിങ്ങളുടെ അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും. 10 മുതൽ 14, 15 ദിവസം വരെ അതിന് ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു 10 ദിവസത്തിനകത്ത് പോകും, 7 ദിവസത്തിൽ പോകും, ഒന്നുമില്ലാതെ ഒരു റീജുവനേഷനും ഇങ്ങനെയുള്ളൊരു സ്റ്റഡി ക്ലാസ് എങ്ങനെയാണ് ഹൗ യു ക്യാൻ ലീഡ് എ ഹാപ്പി ലൈഫ് എന്നുള്ളത്, എനർജറ്റിക് ഹാപ്പി ഹെൽത്തി ലൈഫ് എന്നുള്ളത്, ഡിവോയ്ഡ് ഓഫ് ഓൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അത് വളരെ പ്രധാനമാണ്. എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് ശിഷ്ടകാലം ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ ഉണർവോടെ കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്ന ഒരു ചികിത്സാ പ്രക്രിയ, അതാണ് റീബർത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ഹോളിസ്റ്റിക് തെറാപ്പിയിൽ നാച്ചുറോപ്പതി എന്തുകൊണ്ടാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, ആയുർവേദം എന്തുകൊണ്ടാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അക്യൂപഞ്ചർ, അതൊക്കെ ഒത്തിരി ഷോർട്സും ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്, ഇൻസ്റ്റയിലൊക്കെ വരുന്നുണ്ട്, അതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ നാച്ചുറോപ്പതിയുടെ കാര്യം, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ദ 5 എലിമെൻറ്റ്സ് ഫ്രം വിച്ച് യുവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഞാൻ എടുത്തെടുത്ത് പറയത്തില്ലേ. അതിൽ 72% വെള്ളമാണ്, എയർ, അതുപോലെ തന്നെ നമ്മളുടെ എർത്ത് വരുന്നുണ്ട്, ഫയർ വരുന്നുണ്ട്, സ്പേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളം, വാട്ടർ. ഈ 5 അതല്ലേ ശരിയല്ലേ? നമ്മുടെ ശരീരത്തിൽ 72% വെള്ളമാണ്. ഈ വെള്ളം നമ്മൾ കുടിക്കും, അത് വെള്ളം ഒന്ന് ആലോചിക്കുക, ഇറ്റ് ഇസ് എ മിറക്കിൾ. നമ്മൾ കുടിക്കുക, ആ വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്ത് അതിൻ്റെ ആ ഒരു ഷേപ്പിലേക്കാണ് അത് പോകുന്നത്, താഴെ ഇട്ടാൽ സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ആ ഒരു മിറക്കിൾ നമ്മുടെ ബോഡി ചെല്ലുമ്പോഴും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് വെള്ളം. ആ വെള്ളമാണ് നമ്മുടെ തെർമോ റെഗുലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ BP റെഗുലേഷൻ, നമ്മുടെ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ, ക്ലെൻസിങ്, ഡിറ്റോക്സിഫിക്കേഷൻ, ഇതെല്ലാം ചെയ്യാനായിട്ട് വെള്ളം നമ്മുടെ ശരീരത്തിൽ ഏറെ അത്യാവശ്യമാണ്. അപ്പോൾ ആ വെള്ളം നമ്മുടെ ഭൂമിയുടെ 72% വെള്ളമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരവും. നിങ്ങൾ ആലോചിക്കുക ഇതുമായി തമ്മിലുള്ള ബന്ധം. അതുപോലെ ഈ സർവശക്തനായ ദൈവം നമുക്ക് 3 കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. എന്നാലോചിച്ച് നോക്ക്, ഈ വെള്ളം എല്ലായിടത്തും ഇല്ലേ, നിറയെ വെള്ളമുണ്ടല്ലോ, കടൽ വെള്ളം, വേറെ എത്രയോ തടാകങ്ങളിൽ വെള്ളം, മഴയായിട്ട് വെള്ളം വരുന്നു. ഈ വെള്ളം നമ്മുടെ ശരീരത്തിന് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം, കുടിക്കണം. എല്ലാ ദിവസവും രാവിലെ 1/2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നുള്ള പ്രാധാന്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2, ദൈവം നമുക്ക് കനിഞ്ഞു തന്ന ഫ്രീ ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം സൂര്യപ്രകാശം. ആലോചിച്ച് നോക്ക്, ശരിയല്ലേ? ഈ സൂര്യനില്ലെങ്കിൽ മനുഷ്യനില്ല, മരിച്ചു പോകും. കാരണം സൂര്യനുള്ളത് കൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും ഇവിടെ വളർന്നു വരുന്നതും മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിലൂടെയാണ്. അതുകൊണ്ട് തന്നെയും രാവിലെ 7 മുതൽ 9 വരെയുള്ള സൂര്യപ്രകാശത്തിൽ ഒരു 10 മുതൽ 20 മിനിറ്റ് നിങ്ങൾ കണ്ണിനകത്ത് സൂര്യപ്രകാശം അടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, വീഡിയോ ഇട്ടില്ലേ, ആയുസ് 30 കൂട്ടിക്കിട്ടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ട്, അതിൽ നോക്കണം. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറയുന്നതാണ് ഈ ഒരു സൂര്യപ്രകാശം കൊള്ളുമ്പം രാവിലത്തെ കോർട്ടിസോളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല എനർജറ്റിക് ആവുകയും സെറട്ടോണിൻ എന്ന് പറയുന്ന നല്ല ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതോടൊപ്പം മെലട്ടോണിൻ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഹോർമോൺ, അത് രാത്രിയത്തേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതാണ് നല്ല ഉറക്കം കിട്ടാത്തവർ ഈ പരിപാടി ഒന്ന് ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും ഞാനിത് കണ്ടു, ഞാൻ പറയില്ല, എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. എനിക്കാണെങ്കിൽ ഒരു 5 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇത് പഠിച്ചത്. ഇങ്ങനെ ഒരു നല്ലൊരു വീഡിയോ, വെസ്റ്റേൺ വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ എന്നാൽ നമുക്കിത് പരിപാടി തുടങ്ങാം. അങ്ങനെയാണ് ഞാനത് എൻ്റെ റീബർത്തിൽ നമ്മുടെ പേഷ്യൻസിനും കൊടുത്തത്. ഇതെങ്ങനെ വെച്ചാൽ രാവിലെ എണീറ്റ് നമ്മൾ ഈ പ്രാണായാമം അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഈ വെയിൽ ഉള്ള സമയത്ത് നോക്കി 10-20 മിനിറ്റ് കണ്ണിൽ പോകും. അപ്പം മെലട്ടോണിൻ രാത്രിത്തേക്ക് സ്റ്റോർ ചെയ്യും, സെറട്ടോണിൻ പകലത്തേക്ക് നമുക്ക് കിട്ടും. അപ്പം യു വിൽ ഫീൽ നല്ല മൂഡ് കിട്ടും, സന്തോഷം കിട്ടും. അതാണ് സെറട്ടോണിൻ, സന്തോഷത്തിൻ്റെ ഹോർമോണാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരു 10-നും 1 മണിക്കും ഇടയ്ക്ക്, അല്ലെ 2 മണി 3 മണിക്ക് ഇടയ്ക്കുള്ള 1 മണിക്കൂറോ അരമണിക്കൂറോ വെയിൽ കൊള്ളുക വഴി വൈറ്റമിൻ D ആണ് നമുക്ക് സൂര്യഭഗവാൻ തരുന്നത്. ആലോചിച്ച് നോക്ക്, ഇതൊക്കെ നമുക്ക് വൈറ്റമിൻ D ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ. അതൊരു ഹോർമോണാണ് വൈറ്റമിൻ എന്ന് പറയുന്നെങ്കിൽ, അതാണ് അതിൻ്റെ രസം. അത് ഹോർമോണാണ്. ഇറ്റ് കൺട്രോൾസ് ഈച്ച് ആൻഡ് എവരി ഓർഗൻസ് ഓഫ് യുവർ ബോഡി. എത്ര മെക്കാനിസംസ് നമ്മുടെ ബോഡിയിൽ ഈ വൈറ്റമിൻ D കൺട്രോൾ ചെയ്യുന്നറിയാമോ? സൂര്യഭഗവാൻ നമുക്ക് ഫ്രീ ആയിട്ടല്ലേ തന്നിരിക്കുന്നത്. ആലോചിക്കുക, വെള്ളം, പിന്നെ അടുത്തത് 3-മത്തെ വായു. വെള്ളവും സൂര്യപ്രകാശവും വായുവും, ഇത് 3 ഫ്രീ അല്ലേ നമുക്ക്? ആലോചിച്ച് നോക്ക്, ഇതിനോട് യാതൊരു ബഹുമാനവും ഇല്ല നമുക്ക്. നമ്മൾ വെയിൽ കൊള്ളൂല്ല, എങ്ങനെയെങ്കിലും വണ്ടിക്കകത്ത് കയറുക പെട്ടെന്ന്.
പിന്നെ കുട പിടിച്ചുകൊണ്ട് നടക്കുക. പക്ഷേ ഞാൻ അസുഖങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മുഖമൊക്കെ കറുത്തിരിക്കുന്നവർ എപ്പോഴും സൂര്യപ്രകാശം മുഖത്ത് ഈ അൾട്രാ വയലറ്റ് രശ്മികൾ, ഈ രാവിലത്തേത് കുഴപ്പമില്ല, രാവിലത്തെ ഉള്ള നല്ല മൈൽഡായിട്ടുള്ള ആ ഒരു ഇത് ഫാർ ഇൻഫ്രാറെഡ് റേസ് ആണ് കിട്ടുന്നത്. അൾട്രാ വയലറ്റ് രശ്മികളാണ് ഉച്ച കഴിഞ്ഞ് അതിനകത്താണ് കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ 10-നും 1 മണിക്കും ഇടയ്ക്ക്. അപ്പോൾ ഈ ഒരു വായു, അടുത്തത് നമ്മൾ വായുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഓക്സിജൻ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? എത്ര നേരം പറ്റും? നമ്മൾ കുറേ നേരം പിടിച്ചു വയ്ക്കാമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈ കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ കളയുകയും ഓക്സിജൻ നമുക്ക് വേണം. ഈ ഓക്സിജനാണ് നമ്മളുടെ ജീവൻ്റെ ആധാരം. നിങ്ങൾ ആലോചിക്കണം. അതായത് ഈ ഓക്സിജൻ ചെന്നിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഗ്ലൂക്കോസ് പാർട്ടികളുമായിട്ട് ജോയിൻ്റായി നമ്മൾ ഓരോ കോശങ്ങളിലും അകത്തിരിക്കുന്ന മൈറ്റോകോൺട്രിയ ATP ആയിട്ട് കൺവേർട്ട് ചെയ്യും. മൈറ്റോകോൺട്രിയ ഇത് രണ്ടും കൂടെ ആക്ട് ചെയ്തിട്ട് ഓക്സിജനും നമ്മുടെ ഫുഡിനകത്തുള്ള ഗ്ലൂക്കോസും, എന്നിട്ട് ഇത് സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു എനർജി കിട്ടുന്നത്. ജോലി ചെയ്യാനും സംസാരിക്കാനും കിടക്കാനും നടക്കാനും എല്ലാത്തിനും ഉള്ള എനർജി, ഇൻറ്റേർണൽ മെറ്റബോളിസത്തിനും ഉള്ള എനർജി കിട്ടുന്നത് അങ്ങനെയാണ്. അതില്ലെങ്കിൽ തീർന്നു. അപ്പോൾ ഓക്സിജൻ ഇല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ നടക്കുമോ? അത് ദൈവം നമുക്ക് കനിഞ്ഞ് നൽകിയിരിക്കുകയല്ലേ ഈ പ്രപഞ്ചം. അപ്പോൾ ഇതെല്ലാം അതാണ് എയർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. എയർ, വാട്ടർ. ഇപ്പോൾ മനസ്സിലായോ? എർത്ത് എന്ന് പറയുന്നത് മിനറൽസ് ആൻഡ് മെറ്റൽസ് ഒക്കെ, അതൊക്കെ നമ്മുടെ ശരീരത്തിലില്ലേ? അപ്പോൾ എർത്തിനെ കണക്ട് ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മറ്റുള്ള നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ അവിടെ സ്പേസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ബാക്കി 4 കാര്യങ്ങളും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പ്രകൃതിയിലുള്ളത്. ഈ ഒരു കണക്ടിവിറ്റിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചതും അത്ഭുതപ്പെടുത്തിയതും. ഈ ഒരു കണക്ടിവിറ്റിയാണ് നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ്സിലൂടെ പേഷ്യൻസിന് കൊടുക്കുന്നതും. അത് നിങ്ങൾ ആലോചിക്കണം. വെള്ളം കൊണ്ടുള്ള ചികിത്സ, ഫയർ എന്ന് പറയുന്നത് നമ്മൾ ഫാർ ഇൻഫ്രാറെഡ് റേസ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആവശ്യത്തിന് അടിക്കും. അതുപോലെ തന്നെയാണ് പിന്നെ മറ്റുള്ള വാട്ടർ തെറാപ്പി, സ്പൈനൽ തെറാപ്പി, ഒത്തിരി ഉണ്ട്. അതുപോലെ പാക്കുകൾ, ഇതെല്ലാം തന്നെയും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഓരോ കാരണങ്ങളിലാണ് ഇതെല്ലാം ചെയ്തു പോകുന്നത്. അത് എനിക്ക് ആധികാരികമായിട്ട് പറയാനറിയില്ല. എൻ്റെ കുറേ ഷോർട്ട് വീഡിയോസ് എൻ്റെ ഡോക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് വീഡിയോസ് നോക്കിയാൽ റീബർത്തിലെ ഇങ്ങനെയുള്ള നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കിട്ടും. അതിനകത്ത് വളരെയധികം ചികിത്സകളുണ്ട്. നമുക്കതുപോലെ അക്യുപഞ്ചർ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്യുപഞ്ചറുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഫിസിയോതെറാപ്പി അവിടെയുണ്ട്. പിന്നെ നമ്മുടെ ജിം ട്രെയിനിങ് ഉണ്ട്. ഏറ്റവും പ്രധാനമാണ് കോസ്മെറ്റിക് ഡിവിഷൻ. പിന്നെ ഫുഡ് അറിയാമല്ലോ. ഞാനിപ്പോൾ തന്നെ ഇന്ന് എൻ്റെ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കോക്കനട്ട് പുഡിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചിയാ സീഡ് വിത്ത് കോക്കനട്ട് പുഡിങ്ങാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനകത്ത് നമ്മൾ പശുവിൻ പാൽ മാക്സിമം ഒഴിവാക്കും. അതിന് പകരം തേങ്ങാപ്പാൽ, ചിയാ സീഡ്, അത് കിടപ്പുണ്ട്. കോക്കനട്ട് പുഡിങ് നിങ്ങൾ കണ്ടു കാണും ഞാൻ ചെയ്തത്, പ്രോബയോട്ടിക് കോക്കനട്ട് പുഡിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിയാ സീഡും ഇതിൻ്റെ കൂടെ ജെലാറ്റിൻ, അത്ര ഹെൽത്തി ആസ് വെൽ ആസ് ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ്. അതാണ് എല്ലാ റെസിപ്പികളും അങ്ങനെ. അതാണ് എനിക്കിതിനോട് വലിയ താല്പര്യമുള്ളതുകൊണ്ട് എപ്പോഴും ഇത് ഹെൽത്തി ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം ടേസ്റ്റിയും ആയിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ നമ്മളിതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. നമുക്ക് കഴിക്കാൻ തോന്നില്ലെങ്കിൽ ഇതെന്തിനുള്ള ഇവരൊക്കെ ഹെൽത്ത് പറയുന്നുവെങ്കിൽ ടേസ്റ്റ് ഇല്ലല്ലോ എന്നിത് പറയും. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡിവിഷൻ തന്നെ തുടങ്ങിയിരിക്കുന്നത്. വയറിനൊക്കെ എത്ര സുഖമാണെന്നറിയാം ഈ പിക്കിളൊക്കെ കഴിച്ചിട്ട്. എല്ലാവരും നല്ല വലിയ വൻതോതിൽ ഓർഡർ തന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ കിടക്കുന്ന പേഷ്യൻസൊക്കെ. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക, ഒരു മാറ്റമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലും എൻ്റെ അവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം. ഈ ഒരു കണക്ടിവിറ്റിയാണ്, പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള കണക്ടിവിറ്റി. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു റിച്വൽ, അതും ചെയ്യണം. എത്ര നല്ലതാണെന്നറിയാമോ? നമ്മൾ പോസിറ്റീവ് ആവും, നമുക്ക് എനർജറ്റിക് ആവും. നമ്മളുടെ പല കാര്യങ്ങളും ഡിസിഷൻ മേക്കിംഗ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ വലിയ തടസ്സമില്ല, പെട്ടെന്ന് അത് കാര്യങ്ങൾ എല്ലാം തന്നെയും ഈ ഒരു പ്രപഞ്ചവും മനുഷ്യൻ്റെ ആത്മാവും ശരീരവും തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് ഞാൻ അവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രാണായാമവും ഒരു റിഫ്ലക്സോളജിയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി. ഭയങ്കര റിസൾട്ടാണ്. ഈ ഓക്സിജൻ നമ്മളുടെ കാലിൻ്റെ അഗ്രഭാഗത്ത് വരെ കയറി പോകുന്ന അപ്പോൾ എത്രയാണ് ക്ലെൻസിങ്, ഡിറ്റോക്സിഫിക്കേഷൻ, അതുപോലെ തന്നെ നറിഷിങ്ങും. ഓക്സിജൻ നമ്മുടെ ഓരോ കോശങ്ങളുടെ ലെവലിലും അതല്ലേ ഏറ്റവും പ്രധാനം. അതിൽ കൂടെ നമ്മുടെ ശരീരം ഹൈലി പോസിറ്റീവ് ആവുകയും ശരിക്കും പറയാൻ ദൈവവുമായിട്ട് നമ്മൾ അടുത്തോ എപ്പോഴും എനിക്കിങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞു പോകും.
കണ്ണ് നിറഞ്ഞു നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയാണ്, നന്ദി ഉണ്ടാവണം ദൈവത്തിനോട്. കാരണം ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ദൈവം തന്നിരിക്കുകയല്ലേ, അതെന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കണക്കനുസരിച്ച് അതിൻ്റെ രീതി അനുസരിച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഓക്സിജൻ എടുക്കണമെങ്കിൽ നമ്മുടെ വലിയ ടെന്നീസ് കോർട്ടിൻ്റെ അത്രയുണ്ട് നമ്മുടെ ലങ്സ്. അപ്പോൾ അതെല്ലാം വികസിക്കണം. അതിനാണ് പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ പറയുന്നത്. പിന്നെ ഈ ഫ്ലെക്സിബിലിറ്റി, നമ്മളുടെ ഓരോ കോശങ്ങളും നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ആനുപാതികമായി വ്യായാമം ചെയ്യണം. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ബോൺസ്, ജോയിൻസ്, ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഫ്ലെക്സിബിലിറ്റി, പിന്നെ വയറിനകത്തുള്ള മൈക്രോബ്സിൻ്റെ ഫുഡ്, ഇങ്ങനെ ഇതെല്ലാം എത്രയോ അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ നിമിഷവും നടക്കുന്നതെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തിലുള്ള എത്ര കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഡിനോട്ട്സ് ഡിഫറെൻറ്റ് ആൻറ്റി ഓക്സിഡൻസ്. നമ്മുടെ ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻസ് ആണ് ഈ ഓരോ നിറത്തിലും ഇരിക്കുന്നത്. ഈ പ്രകൃതി തന്നതാണ്, ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ കോശത്തിലും പ്രവർത്തനങ്ങൾ, കോടാനുകോടി പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, അതിന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുകയും അതിന് വേണ്ട ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ ശരിയാക്കി കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ശരീരം ചീത്തയായി പോകും. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ജീവിതശൈലി രോഗങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബഹുമാന പുരസ്സരം ഒരു ടോട്ടൽ ക്ലെൻസിങ്, ഡിറ്റോക്സിഫിക്കേഷൻ ആസ് വെൽ ആസ് നറിഷിങ്ങിലൂടെ കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ എറണാകുളം കൺസൾട്ടേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മാസത്തെ കൺസൾട്ടേഷൻ അത് നമ്പറിൽ വിളിച്ചാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഞാൻ തരാം. അതുപോലെ തന്നെ കോഴിക്കോട് കൺസൾട്ടേഷൻ അടുത്ത മാസമേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോഴിക്കോട് കൺസൾട്ടേഷൻ നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ ഞാൻ കൺഫർമേറ്ററി ആയിട്ട് ലാസ്റ്റ് ഡേറ്റ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ചറിയിക്കും. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു